ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ടീച്ചർ എടുക്കുമ്പോൾ കുറേ കുട്ടികളുണ്ടാവും. ചില ക്ലാസ്സിൽ ഇപ്പോൾ 60-70 കുട്ടികളുണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈൽ ആയിരിക്കും. ഇത്രയും കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പറ്റുക? എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എടുക്കാൻ? ഓക്കെ, ഒരുപാട് ക്ലാസ്സിലുള്ള സ്കൂൾസിലോ അല്ലെങ്കിൽ ട്യൂഷൻ ഒരുപാട് ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ടീച്ചർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ് പേഴ്സണലൈസ് ചെയ്യുക, എല്ലാവരും ആ ഒരു രീതിയിലേക്ക് എടുക്കുക എന്നുള്ള ഒരു വലിയൊരു ചലഞ്ചായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ പക്ഷേ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇനീഷ്യലി എല്ലാ കുട്ടികൾക്കും ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഓരോ കുട്ടിയുടെയും ഒരു സ്ട്രെങ്ത് വീക്ക്നെസ് എന്താണെന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കുക. പിന്നെ ഈ ആക്ടിവിറ്റീസും അതുപോലെ ടാസ്ക് ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ട് കൊടുക്കുക, അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മളൊരു കോമൺ ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് അത് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അത് അത്ര ആ ഒരു സ്റ്റുഡൻസിൻ്റെ ലെവലില്ലാത്ത കുട്ടികൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും. അവരുടെ കോൺഫിഡൻസ് അവിടെ പോവുകയാണ്. അപ്പോൾ അവർക്ക് പിന്നെ വീണ്ടും ആ സബ്ജക്റ്റിനോടും ആ ഒരു ടീച്ചറോടൊക്കെയുള്ള ഇൻട്രസ്റ്റ് അവിടെ കുറയാണ്. ഫ്യൂച്ചറിലൊക്കെ അവർക്ക് ആ ഒരു സബ്ജക്റ്റിനോട് തന്നെ താല്പര്യം പിന്നെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനെ ടാസ്കുകളും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അസസ്മെൻറ്റ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നടത്തി, എല്ലാ കുട്ടികളുടെയും ലെവൽ നമുക്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടാസ്കുകളും ഹോംവർക്സും കാര്യങ്ങളും പേഴ്സണലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തരാം. അപ്പോൾ ഒരു ഓൾറെഡി ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മാത്സിൽ വളരെ വീക്കായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇനീഷ്യലി കൊടുക്കുന്ന ടാസ്കുകളും ഹോംവർക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അത് ചെയ്ത് വരുന്ന സമയത്ത് അവരുടെ ആ സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസ് ബിൽഡാവും. ആ ടീച്ചറോട് കുട്ടിക്കൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ വരും. അത് പിന്നെ നമുക്ക് ആ ലെവലിൽ കൂട്ടി വരാം. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ പറ്റുന്ന അത്ര നമുക്ക് പേഴ്സണൽ ടൈം, ഇപ്പോൾ ക്ലാസ് നമ്മളെ ജനറൽ ക്ലാസ് കഴിഞ്ഞ സമയത്ത് വളരെ അക്കാഡമിക്കലി വീക്കായിട്ടുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്തുക. പക്ഷെ നമ്മൾ 1-to-1 ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ജേണി സ്റ്റാർട്ടിങ് ലെസൺ പ്ലാൻ മുതൽ എക്സാം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പേഴ്സണലൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും.